ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെഡ്മിയുടെ നോട്ട് 8 Pro ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ തന്നെ 6GB 128GB വെർഷൻ ഹാലോ വൈറ്റ് കളറാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഫീച്ചേഴ്സൊക്കെ എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന ഒരു കോഡ് ക്യാം സെറ്റപ്പാണ് വരുന്നത്. അതിൽ തന്നെ അതിൻ്റെ മെയിൻ ക്യാമറ വരുന്നത് ഒരു 64MB ഒരു മെയിൻ ക്യാമറയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് MediaTek Helio G90T ആണ് ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത്. പിന്നെ 20MB ഒരു സെൽഫി ക്യാമറ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ഒരു 4500 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഇതിനകത്ത് ആമസോണിൻ്റെ അലക്സ ബിൽറ്റിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അലക്സ ബിൽറ്റിനായിട്ട് വരുന്ന ഒരു ആൻഡ്രോയിഡ് ഫോണാണിത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബോക്സിനുള്ളിൽ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ചെറിയൊരു പാക്കേജും കൂടെ കാണാൻ പറ്റും. അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ അത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ എൻ്റെ സിം എജക്ടർ ടൂൾ കാണാം. പിന്നെ അതിനകത്ത് വരുന്ന എൻ്റെ ഒരു ബാക്ക് കേസാണ് വരുന്നത്. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബാക്ക് കേസും കൂടി റെഡ്മിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ വാറൻറ്റി ആൻഡ് യൂസർ മാനുവൽ ഇത്തരം കാര്യങ്ങളാണ് ആദ്യത്തെ പാക്കേജിനകത്തുണ്ടായിരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഡിവൈസാണ് വരുന്നത്. പിന്നെ എൻ്റെ USB ചാർജിങ് ആൻഡ് ഡാറ്റ ട്രാൻസ്ഫർ കേബിളാണ് വരുന്നത്. അത് ടൈപ്പ് C ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് USB ടൈപ്പ് C ആണ് ഈ ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ട്രാവൽ അഡാപ്റ്റർ ഇത് ഫാസ്റ്റ് ചാർജിങ് 18W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ട്രാവൽ അഡാപ്റ്ററും 18W ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ തന്നെയാണ് റെഡ്മിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ബോക്സിനുള്ളിൽ റെഡ്മി നമുക്ക് നൽകുന്നത്. ബാക്കി നമുക്ക് ഡിവൈസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡിവൈസ് ഒരു ഹാലോ വൈറ്റ് കളറാണ്. പിന്നെ ഇതിൻ്റെ 2 കളർ ഓപ്ഷൻസും കൂടി നമുക്ക് അവൈലബിൾ ആണ്, ഗാമ ഗ്രീനും ഷാഡോ ബ്ലാക്കും. അങ്ങനെ മൊത്തം 3 കളേഴ്സിലാണ് നമുക്ക് റെഡ്മി നോട്ട് 8 Pro അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ബാക്ക് എന്ന് പറയുന്നത് ഒരു കർവ്ഡ് ഡിസൈനാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗോറില്ല ഗ്ലാസ് 5 കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ 2 മെമ്മറി ഓപ്ഷൻസിന് ഇതിന് അവൈലബിൾ ആണ്, 6GB 64GB 128GB. അതിൽ തന്നെ 128GBയിൽ നമുക്ക് 8GB റാമിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ മിനിമം റാം വരുന്നത് 6GB ആണ് ഇതിൻ്റെ മിനിമം റാം വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ഓവറിങ് കൂടെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്ന ഒരു 6.53 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്, ഒരു സ്പീക്കർ ഗ്രില്ല്, പിന്നെ അതിൻ്റെ LED നോട്ടിഫിക്കേഷൻ ലൈറ്റുകൾ, അതാണ് എത്രയാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരുവാണെങ്കിൽ ഒരു പവർ ബട്ടൺ കാണാം, പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ. പിന്നെ അതിൻ്റെ ടോപ്പ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡറി ആയിട്ടുള്ളൊരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കാണാം, പിന്നെ അതിൻ്റെ എയർ ബ്ലാസ്റ്റർ കാണാം. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് 2 ട്രേകൾ കാണാൻ പറ്റും. അപ്പോൾ അത് ഒരെണ്ണത്തിന് ഒരു ഡ്യുവൽ സിമ്മിൻ്റെ ട്രേയും പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മെമ്മറി കാർഡ് സ്ലോട്ടിൻ്റെ ട്രേയും ആണുള്ളത്. നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് ഇന്ത്യൻ വെർഷനിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ബോട്ടം സൈഡിലോട്ട് വരുവാണെങ്കിൽ ഒരു 3.5mm ഒരു ഓഡിയോ ജാക്ക് കാണാം, പിന്നെ ടൈപ്പ് സിയുടെ പോർട്ട് കാണാം, പിന്നെ മൈക്ക്, സ്പീക്കറില്ല, ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ബോട്ടം സൈഡിലുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഒരു കോഡ് ക്യാമിൻ്റെ ഒരു സെറ്റപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതിൽ തന്നെ എൻ്റെ മെയിൻ ക്യാമറ വരുന്നത് 64MB ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ അത് ബാക്കിലായിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തന്നെ ഒരു ഡ്യുവൽ ടോൺ LED ഫ്ലാഷ്, ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഓവർവ്യൂവിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിവൈസ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്ന ഡിസ്പ്ലേ ഒരു 6.53 ഇഞ്ച് HD+ IPS ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. ഒരു ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 2340x1080 ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. ഇതിൻ്റെ PPI വരുന്നത് 395 ആണ്. പിന്നെ ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നത് 500 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ വരുന്നത് 1500:1 ആണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂവിങ് ആംഗിളും അത്യാവശ്യം ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു ഡിസ്പ്ലേ ആണ് റെഡ്മി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നോട്ട് 8 പ്രോയുടെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കോഡ് കാം സെറ്റപ്പിലാണ് ഈ നോട്ട് 8 പ്രോ വരുന്നത്. അതിൽ തന്നെ അതിൻ്റെ മെയിൻ സെൻസർ വരുന്നത് ഒരു 64 MB ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 MB ഒരു വൈഡ് ആംഗിൾ, പിന്നെ 2 MB 2 സെൻസറുകൾ. അത് ഒരെണ്ണം മാക്രോയ്ക്ക് വേണ്ടിയിട്ട്, ഒരെണ്ണം പോർട്രേറ്റിന് വേണ്ടിയിട്ട്, അങ്ങനെ 44 ക്യാമറകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 64 MB ഒരു മെയിൻ ക്യാമറയാണ് വരുന്നത്. അത് അതിൻ്റെ അപ്പാർച്ചർ വരുന്നത് f1.79 ആണ് അതിൻ്റെ അപ്പാർച്ചർ വരുന്നത്. സാംസങ്ങിൻ്റെ സെൻസറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വൈഡ് ആംഗിൾ ലെൻസ് അത് ഒരു 8 MB ഒരു സെൻസറാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ് അതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത്. പിന്നെ അതിൻ്റെ അപ്പാർച്ചർ വരുന്നത് f2.2 ആണ് അതിൻ്റെ അപ്പാർച്ചർ വരുന്നത്. പിന്നെ 2 MP ക്യാമറ, ഒന്ന് മാക്രോയ്ക്കും ഒന്ന് ഡെപ്ത് സെൻസിങ്ങിനും. അതിൻ്റെ രണ്ടിൻ്റെ അപ്പാർച്ചർ വരുന്നത് f2.4 ആണ് അതിൻ്റെ രണ്ടിൻ്റെ അപ്പാർച്ചർ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ക്യാമറയുടെ ഒരു ഇൻ്റർഫേസും കൂടി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്യാമറയുടെ ഇൻ്റർഫേസിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ക്യാമറ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ഷോർട്ട് വീഡിയോ കാണാൻ പറ്റും. സ്ലോമോ വീഡിയോ, ഷോർട്ട് വീഡിയോ, ഫോട്ടോ, 64 MB ഫോട്ടോ, പോർട്രേറ്റ്, നൈറ്റ് മോഡ്, പാനോരമ, പ്രോ. ഇപ്പോൾ നമ്മൾ ഈ പ്രോ മോഡിലാണ് നമ്മളിപ്പം എല്ലാം മാനുവലായിട്ട്, ഇപ്പോൾ വൈറ്റ് ബാലൻസ് ആണെങ്കിലും ഷട്ടർ ആണെങ്കിലും ISO ആണെങ്കിലും നമുക്ക് മാനുവലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇനി നമുക്ക് 64 MB ഫോട്ടോ എടുക്കണമെങ്കിൽ അതിന് പ്രത്യേകം മോഡുണ്ട്. 64 MB എന്നുള്ളൊരു മോഡുണ്ട്. അല്ലാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 16 MB ഒരു ഫോട്ടോ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ ഫോട്ടോ മോഡിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ വൈഡ് ആംഗിളിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാം. ഒരു 0.6 വൈഡ് ആംഗിളിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാം. പിന്നെ 1x പിന്നെ 2x. അപ്പോൾ 2x വരുന്നത് ഒപ്റ്റിക്കൽ സൂമല്ല, ഡിജിറ്റൽ സൂമാണ് വരുന്നത്. പിന്നെ മാക്രോയിലോട്ട് പോകുകയാണെങ്കിൽ അതിൻ്റെ മേളിൽ തന്നെ മാക്രോയിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള മോഡും കൂടിയുണ്ട്. ഇത്രയാണ് അതിൻ്റെ ഒരു ക്യാമറ UIയിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ 16 MB 64 MB 2 ഫോട്ടോസ് കൂടി നമുക്ക് എടുത്ത് അതിൻ്റെ ഒരു എന്തുമാത്രം നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ കിട്ടുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു 20 MP ഒരു സെൽഫി ക്യാമറയാണ് അതിനകത്ത് വരുന്നത്. അതിൻ്റെ അപ്പാർച്ചർ വരുന്നത് 2 ആണ് അതിൻ്റെ അപ്പാർച്ചർ വരുന്നത്. പിന്നെ ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അപ് ടു 4K വരെ നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാം. 4K 30 ഫ്രെയിം വരെ നമുക്ക് ഷൂട്ട് ചെയ്യാം. പിന്നെ ഫുൾ HD 60 ഫ്രെയിം വരെയും ഷൂട്ട് ചെയ്യാം. പിന്നെ സ്ലോമോ നമുക്ക് 960 ഫ്രെയിം വരെ നമുക്ക് ഷൂട്ട് ചെയ്യാം. അത് HDയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഫുൾ HD വീഡിയോ 30 ഫ്രെയിമിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇതാണ് അതിൻ്റെ വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത്. നോട്ട് 8 പ്രോയുടെ പ്രൊസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീഡിയാടെക് ഹീലിയോ G90 എന്നൊരു ഗെയിമിംഗ് പ്രൊസസ്സർ, ഒക്ടാകോർ ഗെയിമിംഗ് പ്രൊസസ്സറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിൽ തന്നെ 2.05 GHz സ്പീഡുള്ള കോർട്ടെക്സ് A76ൻ്റെ 2 ലാർജ് കോറുകളും 2 GHz സ്പീഡിലുള്ള കോർട്ടെക്സ് A55ൻ്റെ 6 സ്മാൾ കോറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ GPU വരുന്നത് മാലി G76 ആണ് ഇതിൻ്റെ GPU വരുന്നത്. അതിൻ്റെ സ്പീഡ് വരുന്നത് 800 MHz ആണ് അതിൻ്റെ സ്പീഡ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മിനിമം മെമ്മറി വരുന്നത് 6GB RAM ആണ്. പിന്നെ അതിൻ്റെ 8GB RAM നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ 2 മെമ്മറി വേരിയൻറ്റുകളും 6GB ആൻഡ് 64GB ആൻഡ് 128GB. പിന്നെ നമുക്കിത് 512GB വരെ നമുക്ക് മെമ്മറി കാർഡ് ഉപയോഗിച്ച് നമുക്ക് മെമ്മറി എക്സ്പാൻഡും കൂടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻബോക്സിൽ വരുന്ന UI എന്ന് പറയുന്നത് MUI 10 ആണ്. നമുക്കിതിൻ്റെ ഇൻബോക്സിൽ വരുന്ന UI നമുക്കത് MUI 11 നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ MUI 11 നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയതുകൊണ്ട് MUI 11 നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതൊരു 128GB വെർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ നമുക്ക് എത്രമാത്രം മെമ്മറി നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്രമാത്രം മെമ്മറി യൂസറിന് അവൈലബിൾ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു 115.82GB നമുക്ക് യൂസറിന് അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മെമ്മറി കാർഡും പിന്നെ 2 സിം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ സിം ഡ്രൈവിൻ്റെ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം.
അപ്പോൾ ഇതിൻ്റെ സാർ വാല്യൂ കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സാർ വാല്യൂ വരുന്നത്, ഹെഡ് സാർ വാല്യൂ വരുന്നത് 1.13യും അതിൻ്റെ ബോഡി സാർ വാല്യൂ വരുന്നത് 0.64341 ബോഡി സാർ വാല്യൂ വരുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ലിമിറ്റ് വരുന്നത് 1.6 ആണ് നമ്മുടെ ഇന്ത്യയിലെ സാർ വാല്യൂൻ്റെ ലിമിറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ട്രാൻസ്പെറൻ്റ് ഒരു ബാക്ക് കേസും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം, എങ്ങനെയുണ്ട് അതിൻ്റെ ബാക്ക് കേസും കൂടെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ലൊരു ബാക്ക് കേസാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ കുറച്ച് പുറത്തോട്ട് തള്ളിയാണ് നിൽക്കുന്നത് ബാക്ക് കേസ് ഇട്ടാലും. അപ്പോൾ ക്യാമറ ഒരു ചെറിയൊരു സേഫ്റ്റിയുടെ ഒരു ചെറിയൊരു സ്ക്രാച്ചസ് ഒക്കെ വീഴാൻ ചാൻസ് ഉണ്ട് ഈ കേസ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് കൂടുതൽ ക്യാമറയ്ക്ക് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ വേറൊരു കേസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് സാമ്പിൾ ഫോട്ടോസും കൂടെ ഒന്ന് വെച്ച് നോക്കാം. അപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.